സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. മരണം ഒരു നിത്യസത്യമാണ്. അപ്പോൾ മരണശേഷം നമ്മുടെയൊക്കെ ശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരുണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ ശരീരത്തിൽ പുഴുവരിക്കാതെയും ചതഞ്ഞെറിയാതെയും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റുവാങ്ങാൻ പോലും പൂർണ്ണ മനസ്സുണ്ടാവൂ എന്നുള്ളതാണ് ഒരു വലിയ സത്യം. അപ്പോൾ അങ്ങനെ ഒരു സത്യം നിലനിൽക്കെ തന്നെ ആരും ഏറ്റുവാങ്ങാനില്ലാത്ത മനുഷ്യരുടെ ശരീരങ്ങളെ ഏറ്റുവാങ്ങുകയും എത്ര വികൃതമായിക്കോട്ടെ, എത്ര ചതഞ്ഞിറഞ്ഞതായിക്കോട്ടെ, എങ്ങനെയുള്ള കോലത്തിലോ ആയിക്കോട്ടെ, ആ മനുഷ്യരുടെ ശരീരങ്ങൾ അത്രയും ഏറ്റുവാങ്ങി യഥാവിധി സംസ്കരിക്കുകയും ഒരു ഡയറിയിൽ എന്നാണ് എവിടെയാണ് എന്ന് എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കേരളത്തിലുണ്ട്. എത്ര പേർക്ക് ആ മനുഷ്യനെ അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ അടുത്തിടെയാണ് ആ മനുഷ്യനെ കുറിച്ച് വായിച്ചറിഞ്ഞത്. വിനു പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നിസ്വാർത്ഥ സേവനം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു ചുരുക്കാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സിനിമാ കഥയെ വെല്ലുന്ന കഥയാണ്. അപ്പോൾ എല്ലാ മനുഷ്യരെ പോലെയും ഒരു സാധാരണ മനുഷ്യനാണ് എന്നും നമ്മൾ ഓർക്കണം. കാരണം ആ മനുഷ്യൻ സ്കൂളിൽ ആദ്യമായി പ്രണയം തോന്നിയ പെൺകുട്ടീനെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഓർക്കുമ്പോൾ പാടണ പാട്ട് അല്ലെങ്കിൽ മനസ്സിലേക്ക് വരണ പാട്ട് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ആ സ്കൂൾ കാലഘട്ടവും എല്ലാം മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന അവമതി, ഇത്രയും അവമാനങ്ങളും അല്ലെങ്കിൽ എന്താ ശവംവാരിയുടെ ആത്മകഥ എന്നല്ലേ. അപ്പൊ ഈ ശവംവാരിയുടെ അമ്മ, ശവംവാരിയുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപമാനിക്കുമ്പോഴും അദ്ദേഹം എന്താ പറയുക, സ്നേഹിച്ച പെണ്ണിനെ അല്ലെങ്കിൽ മനസ്സിലിട്ടുണ്ട് കഴിഞ്ഞു പോയ കാലം കടലിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. എൻ്റെ പാട്ടൊന്നും കൊള്ളൂല എങ്കിലും അപ്പോൾ ആ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ എനിക്കതിൽ കാണാൻ പറ്റി. അപ്പോൾ ഒരുപാട് ട്രാജഡികൾ അല്ലെങ്കിൽ അപമാനങ്ങൾ നേരിട്ട ഒരു മനുഷ്യൻ. പക്ഷേ എവിടെയും കേരള പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും കള്ളോ കഞ്ചാവോ യാതൊരുവിധ ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതെ മനുഷ്യ ശരീരങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നോ റെയിൽവേ പാളത്തിൽ ചതഞ്ഞെറിഞ്ഞതാണെങ്കിലും കൊക്കയിൽ നിന്നാണെങ്കിലും ഒക്കെ സധൈര്യം ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് ആണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ അല്ലാതെ ഒരു ഡെഡ് ബോഡി കണ്ടാൽ തന്നെ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് പുറകോട്ട് പോയി നിൽക്കുന്ന ഒരു മനുഷ്യന്മാരാണ് നമ്മളേറെ കൂറും, അല്ലേ? നമ്മൾക്കൊരു ശവശരീരത്തിനെ പോയിട്ട് പൊക്കിയെടുക്കാനുള്ള ധൈര്യം ഉണ്ടോ? എന്നെ സംബന്ധിച്ചില്ല, നിങ്ങളിൽ പലർക്കും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരു മനുഷ്യനെ നമ്മുടെ സമൂഹം എത്രത്തോളം ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. നമുക്കൊരുപാട് സങ്കടം തോന്നും. ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഒക്കെ പേരിൽ മനുഷ്യന്മാരെ നമ്മൾ അവഗണിക്കുന്നുണ്ട്, ചെയ്യുന്ന ജോലിയുടെ പുറത്തും അവഗണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ജോലിയുടെ പുറത്ത് അവഗണിക്കുന്ന ഏറ്റവും ക്രൂരമായ മനുഷ്യന്മാരുടെ നന്ദിയില്ലായ്മ അനുഭവിക്കുന്ന ഒരാളാണ് വിനു പി എന്ന് ഞാൻ പറയും. ജീവിത പൊരുളറിഞ്ഞ പലരും കിടന്നുറങ്ങുക പട്ടുമെത്തകളിലല്ല മേൽപ്പാലങ്ങൾക്ക് കീഴിലാണ്, മൃത്യുബോധം എന്ന പടുവൃക്ഷത്തിൻ്റെ തണുപ്പിലാണ് എന്ന് നിയാസ് കരീം ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിനു പിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചുകൊണ്ട് ഈ വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, അനാഥരെ ആരെങ്കിലും അടക്കിക്കോളൂലേ, അത് നീ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാ? അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഈ ലോകത്ത് ഏതൊരാളുടെ ജോലിയും അയാളില്ലെങ്കിലും നടക്കും.
എങ്കിൽ പിന്നെ അത് താൻ തന്നെ ചെയ്യണമെന്ന് ഓരോരുത്തരും വാശി പിടിക്കുന്നത് എന്തിനാ? അനാഥ മൃതദേഹങ്ങൾ അടക്കം ചെയ്യണമെന്നത് എൻ്റെ ആവശ്യവും അതിന് മണ്ണ് കിട്ടുക എന്നത് എൻ്റെ ആഗ്രഹവുമാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഇരുട്ടായാൽ പുറത്തേക്കിറങ്ങില്ല, ചാണകത്തിൽ ചവിട്ടില്ല, മൂക്ക് ചീറ്റണത് പോലും അറപ്പ്, കൈയും കാലും എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കും. ചെറുപ്പത്തിൽ ഇത്രയും പേടിയും അറപ്പും ഒക്കെ ഉണ്ടായിരുന്ന ഞാനാണ് ഇന്ന് ഇങ്ങനെയൊക്കെയായി മാറിയത് എന്ന് വിനു പീതിൽ പറയുന്നുണ്ട്. വായിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വായിക്കാം. മരണക്കൂട്ട് 200 രൂപയാണ് വില. മാതൃഭൂമി ബുക്സ് ആണ് ഇതിൻ്റെ പബ്ലിഷേഴ്സ്. ഒറ്റ ഇരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. 150 പേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു മാന്യമായിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ, ടേക്ക് കെയർ.